ഗർഭത്തിൽ സ്കാൻ ചെയ്തപ്പോൾ കുട്ടിക്കുള്ള ചുറ്റുമുള്ള പൊക്കിൾ കൊടി കഴുത്തിൽ കൂടെ കറങ്ങിയിട്ടുണ്ടെന്ന് പറയുക, അല്ലെങ്കിൽ ചുറ്റി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുഴപ്പമുള്ളതാണെന്ന് ചോദിക്കാറുണ്ട്. ഈ പൊക്കിൾ കൊടി എന്ന് പറയുന്നത് നാച്ചുറലി നമ്മുടെ അമ്മയുടെ പ്ലാസന്റയിൽ നിന്ന് കുട്ടിക്കുള്ളൊരു കണക്ഷനാണ്. ആ വഴിക്കാണ് നമുക്കുള്ള ബാക്കിയുള്ള ഓക്സിജൻ ആയാലും ബ്ലഡിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള പോഷണങ്ങളായാലും ഒക്കെ പോകുന്നത് നമുക്ക് ഈ പൊക്കിൾ കൊടി വഴിക്കും. നാച്ചുറലി പൊക്കിൾ കൊടി അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് കിടക്കും, കുട്ടി തിരിയുമ്പോഴും മറിയുമ്പോഴൊക്കെ കിടക്കാറുണ്ട്. പക്ഷെ ചിലപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറയും പൊക്കിൾ കൊടി കഴുത്തിലൂടെ ഒരു പ്രാവശ്യം കറങ്ങിയിട്ടുണ്ട്, 2 പ്രാവശ്യമുണ്ട്, 3 പ്രാവശ്യമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ടൈറ്റ് ആണെന്നൊക്കെ പറയാറുണ്ട്. പൊക്കിൾ കൊടി വളരെ ടൈറ്റ് ആയി കഴിയുമ്പോൾ കുട്ടിയുടെ നമുക്കറിയാം നാച്ചുറലി ഒരാളുടെ കഴുത്തിൽ ഒരു ചെറിയ കയറിട്ടാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ആ കഴുത്തിൽ കയറ് ടൈറ്റ് ആയി കഴിയുമ്പോഴാണ് നാച്ചുറലി ഒരു ഡെത്ത് ആവുന്നത്. ദ സെയിം തിങ് ഹാപ്പൻസ് ടു ബേബി. കുട്ടി തിരിയുമ്പോഴും പറയുമ്പോഴും വല്ലാണ്ട് ടൈറ്റ്നെസ് കൂടി കഴിഞ്ഞാൽ ഒരു പക്ഷേ നാച്ചുറലി ആ അനക്കം പോയാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പറയുന്നത് അനക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടിയുടെ ഒരു 7 മാസമൊക്കെ ആകുമ്പോഴേക്കും മൂവ്മെൻറ്റ് ശ്രദ്ധിക്കണം, ഡെയിലി 3 നേരം നോക്കണം, ആഫ്റ്റർ ഫുഡ് 1 അവർ അനക്കം ശ്രദ്ധിക്കുക. ഒരു 4+ അനക്കണമെങ്കിൽ കുഴപ്പമില്ല, രാവിലെ വേണം, ഉച്ചയ്ക്ക് വേണം, രാത്രി വേണം. ഒരു ജീവനുള്ള കുട്ടി നാച്ചുറലി 5-6 മാസം അനങ്ങുന്ന നല്ലോണം അറിയുന്ന പോലെ കൂടി പ്രസവത്തിൻ്റെ സമയമാവുന്നത് വരെയും നമുക്ക് അറിയാൻ പറ്റും. പ്രസവം വരുന്നത് വരെയും നാച്ചുറലി അമ്മമാരുടെ മെയിൻ ആയിട്ടുള്ള ഒരു കൺസേൺ എപ്പോഴും അനക്കുണ്ടോ നോക്കലാണ്. അനക്കക്കുറവ് കണ്ട ആ നിമിഷം തന്നെ ഡോക്ടറെ പോയി കാണണം. ചിലപ്പോഴൊക്കെ നമുക്ക് സ്കാനിൽ കണ്ടുപിടിക്കാതെ തന്നെ പൊക്കിളുടെ ഉള്ളിൽ തന്നെ ടൈറ്റ് ആയിട്ടുള്ള കെട്ടിൽ വീഴാനൊക്കെ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും അനക്കം ശ്രദ്ധിക്കുന്നത്. അനക്കമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാര്യം. അത് എപ്പോഴും കെയർഫുൾ ആയിട്ടിരിക്കുക.